കോഴിക്കോട് നാദാപുരത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതിൽ 5 പേർക്കെതിരെ കേസ്. ബസ് ജീവനക്കാരനുൾപ്പെടെ 5 പേർ കസ്റ്റഡിയിലുണ്ട്. പെൺകുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് നടത്തിയ കൌൺസിലിംഗിലാണ് ഈ പീഡന വിവരം കുട്ടി കൌൺസിലറോട് പറയുന്നത്. അതിനുശേഷം ഈ കൌൺസിലർ തന്നെ ഹെഡ്മാസ്റ്റർ വിവരം അറിയിക്കുകയും വടകര പോലീസിലേക്ക് ഈ വിവരം കൈമാറുകയുമായിരുന്നു. അവിടെ വെച്ച് ഈ സംഭവം നടന്നത് നാദാപുരം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായതുകൊണ്ട് തന്നെയാണ് ഈ കേസ് പിന്നീട് നാദാപുരം പോലീസ് ഏറ്റെടുക്കുന്നത്. ഏതായാലും കുട്ടിയുടെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇന്നലെ വിദഗ്ധരുടെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെ കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നും വിശദമായി മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ 5 എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് ഇൻസ്റ്റഗ്രാം വഴി ചാറ്റ് ചെയ്തുകൊണ്ട് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. അതിനുശേഷം പീഡിപ്പിച്ചു എന്നുള്ളതാണ് പെൺകുട്ടി പോലീസിൽ മൊഴിയായി നൽകിയിട്ടുള്ളത്. നിലവിൽ ബസ് ജീവനക്കാർ ഉൾപ്പെടെ 5 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ 5 പേരും 21-22 വയസ്സ് പ്രായം ഉള്ള ആളുകളാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുക. പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പല സ്ഥലങ്ങളിലായി പല സമയത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പോലീസിന് പെൺകുട്ടി നൽകിയിട്ടുള്ള മൊഴി. അതുകൊണ്ട് തന്നെ 5 എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വൈകിട്ടോടുകൂടി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.